CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന് ഇരുവശവുമുള്ള നടപ്പാതകൾ കയ്യേറി ഫ്ലെക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കോന്നിയിൽ നടപ്പാതകൾ കയ്യേറി ഫ്ലെക്സുകൾ സ്ഥാപിച്ചത്. ഇപ്പോൾ ഈ വഞ്ചിയൂരിൽ തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂരിൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് റോഡിന്റെ ഒരു ഭാഗത്ത് സ്റ്റേജ് കെട്ടിയത് തെറ്റായിപ്പോയി എന്ന് പിന്നീട് പാർട്ടി സെക്രട്ടറിക്ക് അടക്കം പറയേണ്ടി വന്ന സ്ഥിതിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി. അതുകൊണ്ടാണ് ഇതും വാർത്തയായി മാറുന്നത്. ഈ മാസം 28 മുതലാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ സമ്മേളനം പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത്. ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് CPMന്റെ ഭാഗത്ത് നിന്ന് സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. എന്താണ് അവിടെ നിന്ന് ഗോകുൽനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഗോകുൽ, എത്രത്തോളം ഗൗരവതരമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉൾപ്പെടെ ലംഘിച്ചുകൊണ്ടുള്ള ഈ ബോർഡുകൾ, ബാനറുകൾ? രതീഷ്, മാർഷലെ, ഈ പറയും പോലെ വഞ്ചൂരിൽ റോഡിന്റെ ഒരു ഭാഗം മാത്രം തടഞ്ഞുകൊണ്ടാണെങ്കിൽ ഇത് 3 കിലോമീറ്റർ വരുന്ന പാതയുടെ ഇരുഭാഗങ്ങളുമാണ് കയ്യേറിക്കൊണ്ട് ബോർഡുകൾ, ഹോർഡുകൾ, അതേപോലെ തന്നെ പരസ്യ ബോർഡുകൾ, ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട പരസ്യ ബോർഡുകൾ അടക്കമുള്ളവ ഈ റോഡിൽ അല്ലെങ്കിൽ ഈ നടപ്പാതയിൽ നിന്ന് റോഡിലേക്ക് തള്ളി നിൽക്കും വിധം അപകടകരമായ വിധത്തിലാണ് ഇത്തരത്തിൽ ഈ ബോർഡുകളൊക്കെ നിൽക്കുന്നത്. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത്, കോന്നി ജില്ലാ പഞ്ചായത്ത് ചില ബോർഡുകൾ എടുത്തു മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ രാത്രി കൂടി തന്നെ വീണ്ടും ഈ ബോർഡുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു പ്രധാന പാതയാണ്. കോന്നി മൂവാറ്റുപുഴ, പുനർ മൂവാറ്റുപുഴ പാതയാണ്. ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുള്ള പാതയാണ്. ഈ പാതയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ അപകടങ്ങൾ പലപ്പോഴായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതും അതേപോലെ തന്നെ കോന്നി കൂടലിൽ ഇത്തരത്തിലൊരു അപകട മരണം സംഭവിക്കുന്നതും അത്തരത്തിൽ ബ്ലൈൻഡ് സ്പോട്ടായി മാറാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ബ്ലൈൻഡ് സ്പോട്ടായി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. അവിടെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും അതേപോലെ തന്നെ LED വോളുകളും രാത്രിയിൽ പ്രകാശിക്കുന്ന തരത്തിൽ വലിയ അപകടത്തിന് സാധ്യതകളുള്ള തരത്തിൽ തന്നെ നിലനിൽക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ പല ബോർഡുകളും ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കാറ്റിൽ റോഡിലേക്ക് വീഴാനുള്ള സാധ്യതകളും ഏറെയാണ്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ചില ബോർഡുകൾ എടുത്തു മാറ്റുകയും ചെയ്തതാണ്. CPM ജില്ലാ നേതൃത്വത്തിന് ഈ ബോർഡുകൾ എടുത്തു മാറ്റണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയതാണ്. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ബോർഡുകൾ ഇവിടെ ഈ ഇരുപാതകളും, അതായത് കോന്നി എലിയറക്കൽ പ്രദേശം തൊട്ട് ഈ കോന്നി സമ്മേളന വേദി കഴിഞ്ഞുള്ള പ്രദേശം വരെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ള പാതയുടെ ഇരുഭാഗങ്ങളിലുമാണ് ഇത്തരത്തിൽ ബോർഡുകളും, ഹോർഡുകളും, പരസ്യ ബോർഡുകളുമായിട്ട് CPM വീണ്ടും കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. ഇതിൽ പലതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പലതും ബ്ലൈൻഡ് സ്പോട്ടായി നിലനിൽക്കുകയാണ്. ഇടറോഡുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ബോർഡുകൾ വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലതും ബ്ലൈൻഡ് സ്പോട്ട്. ഗോകുൽ, ഈ ഒരു കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വെച്ചിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു 3 ദിവസമാകുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചതാണ്. എന്താണ് CPM ജില്ലാ നേതൃത്വം ഇത്തരം ഒരു കോടതി വിലക്ക് മറികടന്നുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ വിശദീകരണം എന്താണ്? അതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തേടാവുന്നതല്ലേ? മാർഷൽ, തീർച്ചയായും ഇത് 2 ആഴ്ച മുൻപ് തന്നെ ഇത്തരത്തിൽ ബോർഡുകളും ഹോർഡുകളും ഒക്കെ സ്ഥാപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ ബോർഡുകളും ഹോർഡുകളും ഒക്കെ ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് എടുത്തു മാറ്റിയത്. ഇതിൽ 50ഓളം ബോർഡുകളും ഹോർഡുകളും ഒക്കെയാണ് എടുത്തു മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ എടുത്തു മാറ്റിയിടത്തേക്ക് വീണ്ടും ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM ജില്ലാ നേതൃത്വം ഇതുവരെ ഇടപെട്ടിട്ടില്ല. അവർ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പല ബോർഡുകളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരാണ് കെട്ടിയതെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് കെട്ടിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ സെക്രട്ടറി തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാർഷലെ, ഈ റോഡിന് ഇരുവശവും വലിയ രീതിയിൽ തന്നെയാണ് ഈ ബോർഡുകൾ, അതായത് നടവഴി പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്, അതായത് ഇറങ്ങാനോ നിൽക്കാനോ അല്ലെങ്കിൽ കയറാനോ സാധിക്കാത്ത തരത്തിൽ പലയിടങ്ങളിലും ഈ ബോർഡുകളൊക്കെ തന്നെ റോഡിനോട് ചേർന്ന് തന്നെയാണ്, അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്കും ഒപ്പം ഈ മറ്റു വാഹനങ്ങളിൽ വരുന്നവർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപകടത്തിനുള്ള നിത്യനിരന്തര സംഭവമായിട്ട് ഇത് മാറുന്നുണ്ട്. പലപ്പോഴും ഈ പാത ഈസ്റ്റേൺ ഹൈവേയിൽപ്പെട്ട പ്രധാന പാതയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ 3 കിലോമീറ്റർ റോഡിൽ ഈ നടപ്പാത കയ്യേറിക്കൊണ്ടുള്ള ഒരു നിരവധി അപകടങ്ങൾ ഉണ്ടായ ഒരു പാതയാണ് എന്ന് ഗോകുൽ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണല്ലോ പ്രാഥമികമായ ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരു പഞ്ചായത്തിലാണെങ്കിൽ അവിടെ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ പൊതുനിരത്തിൽ വയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ മീഡിയയിൽ വയ്ക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ എടുത്തു മാറ്റണം. അത് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുള്ളത് കൊണ്ട് അത് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ഫൈനും നടപടിയൊക്കെ വരിക. ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ നിലപാട് എന്താണ്?
രതീഷ്, തദ്ദേശ സ്ഥാപനം 19 തന്നെ ഈ ബോർഡുകൾ മാറ്റിയതാണ്. അപകടകരമായിട്ടുള്ള വിധത്തിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പല ബോർഡുകളും 50ഓളം ബോർഡുകളാണ് മാറ്റിയെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ബോർഡുകൾ മാറ്റി പിന്നീട് ഈ 2 ദിവസം മുൻപ് സമ്മേളനം 27-ാം തീയതി ഇന്ന് വൈകുന്നേരം സമ്മേളനത്തിന് കൊടി ഉയരുകയാണ്. 28, 29, 30 തീയതികളിലായിട്ടാണ് സമ്മേളനം നടക്കുക. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ബോർഡുകൾ സ്ഥാപിച്ചത് അപകടകരമായി നിൽക്കുന്ന ബോർഡുകളൊക്കെ തന്നെ മാറ്റിയതുമാണ്. ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് മാറ്റിയതാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത്തരത്തിൽ മാറ്റിയെങ്കിലും സ്ഥാപനം മാറ്റിയെങ്കിലും വീണ്ടും ഈ ബോർഡുകൾ ഈ പാതകളൊക്കെ കയ്യേറുകയായിരുന്നു. എന്തായാലും ഈ വീണ്ടും ബോർഡുകൾ മാറ്റുന്നതിന്റെ തുടരുക. എന്തായാലും ഈ വിഷയം എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി വളരെ കർശനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ബോർഡുകൾ നീക്കാത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. കഴിഞ്ഞ ഈ 16-ാം തീയതിക്കുള്ളിൽ എല്ലാം തീർക്കണം. 18-ാം തീയതി ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നു. ഇതുപോലെ എന്തുകൊണ്ട് റോഡുകൾ ഇത്ര വൃത്തിക്ക് നിർത്തിക്കൂടാ എന്നുള്ള ചോദ്യം വന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇതാ വീണ്ടും പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോന്നി എലിയറക്കൽ മുതലുള്ള പ്രദേശത്തേക്ക് 3 കിലോമീറ്റർ വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. അത് പഞ്ചായത്ത് അധികൃതർ മാറ്റുന്നു, വീണ്ടും അത് വെക്കുന്നു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് പാർട്ടിക്കാരും കോടതിയും തമ്മിലുള്ള ഇത് പോകുക നമുക്കറിയില്ല.